ഹലോ ഗായ്സ്, എല്ലാവർക്കും അരിനന്ദൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോണ വീഡിയോ പറഞ്ഞാൽ കോഴി പാർട്സ് ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 7:00 ആകുമ്പോൾ തന്നെ ഞാനും അച്ഛനും കൂടി രാമനാട്ടുകര മാർക്കറ്റിൽ പോയി കോഴി പാർട്സൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറി അവിടെ നിന്ന് തന്നെ വാങ്ങി. അപ്പോൾ ഗായ്സ്, കോഴി പാർട്സ് ഫ്രൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുവന്നത്. എല്ലാവരും അപ്പോൾ ഈ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ നോക്കട്ടെ ഗൈസ്. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് നല്ലപോലെ തെളിച്ച് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിത് അടുപ്പിലാട്ടോ ഉണ്ടാക്കണേ. അച്ഛൻ ഉണ്ടാക്കിയ അടുപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിലിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടു. അടുപ്പിലല്ല, ചട്ടി നിലത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, വെളിച്ചെണ്ണ നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടല്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മൾ നിലത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒഴിക്കണത്. പിന്നെ അതിലേക്ക് നമ്മളെ കോഴി പാർട്സ് ഇല്ലേ, കഴുകി വൃത്തിയാക്കി വെച്ച കോഴി പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്ക് കോഴി പാർട്സിൽ ഏറ്റവും ഇഷ്ടം പറഞ്ഞാൽ അതിലത്തെ കോഴിമുട്ടയുണ്ട് ഗൈസ്. പിന്നെ അതിലേക്ക് നമ്മൾ കുന അരിയാത്ത സവാള അരിഞ്ഞെടുക്കുക. പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഇത് കുന അരിഞ്ഞതാണ്. കൈ കൊണ്ട് തന്നെ തട്ടണം കേട്ടോ. അപ്പോൾ ഈ കോഴി പാർട്സ് ഉണ്ടാക്കണത് മൊത്തം അച്ഛനാണ്. അമ്മ പിന്നിന്ന് പറഞ്ഞു കൊടുക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അധികമായിട്ടുണ്ടെങ്കിൽ ചുവയ്ക്കൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുക ഗൈസ്. മല്ലി പൊടിച്ച പൊടിയാണ് മല്ലിപ്പൊടി. പിന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞങ്ങളിട്ട കുറച്ച് കുറഞ്ഞു കിട്ടും ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇട്ടണി. പിന്നെ അടിപൊളി നല്ല കുരുമുളക് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ നല്ല നാടൻ കല്ലുപ്പല്ലാത്ത വാങ്ങിയ കല്ലുപ്പനെ ഇടാൻ നോക്കാം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഗൈസ്, എല്ലാ മസാലപ്പൊടികളും ഇട്ട ശേഷം നല്ല മിക്സ് ചെയ്യട്ടെ ഗൈസ്. നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ഉണ്ണിക്കോഴിമുട്ട. ഈ ഉണ്ണിക്കോഴിമുട്ട നല്ല അതിലോട്ട് മിക്സ് ചെയ്ത് അത് ഉടഞ്ഞു പോകും. അപ്പം മെല്ലെ മിക്സ് ചെയ്താൽ മതി. നല്ല മൃദുലമായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ നല്ല അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ മല്ലിച്ചപ്പ്, പുതിന എല്ലാ ഇലകളും ഇട്ട് നമ്മൾ ഇളക്കിട്ടു പിന്നെയും. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ മേടിച്ചത് നല്ല അടിപൊളി പൊറോട്ടയും പിന്നെ നല്ല തട്ടുദോശയും കേട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ഒറ്റമൂലി മറ്റേ കുടലേരിക്കേൻ്റെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ എന്നോടിത് ഇളക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇളക്കിയപ്പോൾ പുക പാടിൻ്റെ കണ്ണിലേക്ക് ആക്കി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറുന്നേ. പിന്നെ ഇതിങ്ങനെ തിളച്ച് പുക ഇങ്ങനെ പറന്ന് വരൂലേ. അപ്പോൾ ഇതിലേക്ക് നല്ല അടിപൊളി ഗരം മസാല പൊടിച്ച് വെച്ചത് നല്ല നൈസിൽ വെതറി കൊടുക്കട്ടെ ഗൈസ്. അപ്പോഴാണ് നല്ല അടിപൊളി ചിക്കൻ കോഴി പാർട്സിൻ്റെ ഫ്രൈയിൻ്റെ അടിപൊളി മണം ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ വരും ഗൈസ്. പിന്നെ അടിപൊളി ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മളിതിട്ടിട്ട് നല്ല ഇളക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിതിൽ ഉണ്ടാക്കണത് വലിയ ഉരുളിയിലായതുകൊണ്ട് നല്ലോണം നമുക്ക് നീട്ടി ഇളക്കാൻ കഴിയട്ടെ ഗൈസ്. ഗായ്സ്, ഞങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് അധികം കാശും ചിലവാകൂല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ
പൊളിപ്പായിട്ടോ നല്ല അടിപൊളി ചൂട് പൊറോട്ട, പിന്നെ കോഴി പാർട്സിൻ്റെ കറി, പിന്നെ നമ്മൾ പറഞ്ഞ കുടലേരിക്കേൻ്റെ ഒറ്റമൂലി കഞ്ഞി.